ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വിശദാംശങ്ങൾ. സിദ്ദീഖിന് സുപ്രീം കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം തന്നെ സുപ്രീം കോടതിയിൽ നടന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകാം എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സിദ്ദീഖിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉപാധികൾ വെച്ച് വിട്ടയക്കണം. അതുപോലെ സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കണം. മജിസ്ട്രേറ്റ് കോടതി തീരുമാനിക്കുന്ന ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വിട്ടയക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം തന്നെ നേരത്തെ നടന്നിരുന്നു. ഇന്നിപ്പോൾ വിശദമായ വാദത്തിൽ സർക്കാർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത്. പരാതി നൽകാൻ വലിയ കാലതാമസമുണ്ടായി. പരാതിക്കാരി 8 വർഷം സമയം എടുത്തു ഈ പരാതി നൽകാൻ. എന്തുകൊണ്ടാണ് ഇത്രയും ദീർഘമായ ഒരു സമയം പരാതി നൽകാൻ എടുത്തത് എന്ന് കോടതി ഇന്നും ചോദ്യം ആവർത്തിച്ചു. ഇതിന് മറുപടിയായി സർക്കാർ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത്തരം ഒരു പരാതി നൽകാനുള്ള ധൈര്യം ഈ പരാതിക്കാരിക്ക് ഉണ്ടായത്. വർഷങ്ങളായി ഹേമ കമ്മിറ്റി ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട പഠനം നടത്തുകയും പിന്നീട് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ കേസ് നടപടികളിലേക്ക് മുന്നോട്ട് പോയി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരിയും സിദ്ദീഖിനെതിരെ ഇത്തരം ഒരു പരാതിയുമായി രംഗത്ത് വന്നത് എന്ന് സർക്കാർ വാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ സിദ്ദീഖ് ഇന്ന് കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ പരാതിക്കാരിയുടെ നേരത്തെ തന്നെ ഒരു ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോഴൊന്നും തന്നെ തനിക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല. വ്യക്തിഹത്യ ചെയ്യാനാണ് പരാതിക്കാരിയുടെ ശ്രമം. അതോടൊപ്പം തന്നെ തനിക്ക് നേരെ സൈബർ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സിദ്ദീഖ് സുപ്രീം കോടതിയെ അറിയിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നേരത്തെ തന്നെ ഈ പരാതിക്കാരി ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിലും വ്യക്തിഹത്യ നടത്തിയിരുന്നു. അതിനെതിരെ താൻ അന്ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തനിക്കെതിരെ പരാതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അമ്മയും WCCയും തമ്മിലുള്ള തർക്കമാണ് ഇത്തരം ഒരു പരാതിക്ക് പിന്നിൽ. പരാതി നൽകാൻ വൈകിയത് ഇത്തരം ഈ രീതിയിലുള്ള ആരോപണങ്ങളുടെ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരം വൈകി ഒരു പരാതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ സിദ്ദീഖ് ഇന്ന് കോടതിയിൽ ആവർത്തിച്ചു. കോടതിയും അത് ചോദിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് എന്നായിരുന്നു. ഏതായാലും ഇപ്പോൾ സിദ്ദീഖിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. നേരത്തെ ഇടക്കാല ജാമ്യം കോടതി കഴിഞ്ഞ 2 തവണ കേസ് പരിഗണിക്കുമ്പോഴും ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഈ മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി ഉത്തരവായിട്ടുണ്ട്. ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഉപാധികളോടെ വിട്ടയക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഷബ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പല ഘട്ടത്തിലും സർക്കാർ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത് ഇതിൽ ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്ന രീതിയിലായിരുന്നു. ഒപ്പം പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നതും ഒക്കെ വാദങ്ങളിൽ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ താമസിക്കുന്ന ഹോട്ടലിലെ ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം വാദങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിയിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്തതാണോ ഈ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നത് സർക്കാരിന്? ഒപ്പം തന്നെ മറ്റൊരു കാര്യം, നിലവിൽ ഈ ജാമ്യം അനുവദിച്ചതിനോട് മറ്റ് തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ സിദ്ദീഖിൻ്റെതായിട്ട്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അത്തരത്തിലുള്ള പ്രതികരണം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ഈ അല്പസമയം മുമ്പ് മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഉത്തരവുണ്ടായത്. ആദ്യം തന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ എന്തെങ്കിലും സാഹചര്യത്തിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് തെളിവുകളുണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്ന് വന്ന് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണം. അതിന് ഉപാധികളുണ്ട്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അതോടൊപ്പം തന്നെ ജാമ്യം ഈ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങൾ കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിൽ സിദ്ദീഖിനെ വിട്ടയക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. കോടതി പ്രധാനമായും ഇന്ന് പരിഗണിച്ചത് ഈ 8 വർഷത്തെ കാലതാമസം, അതായത് ഒരു സംഭവം നടന്നു 2016 ഇത്തരം ഒരു സംഭവം നടന്നു. അതിനുശേഷം 2024 വരെ ഈ 8 വർഷം എന്താണ് പരാതി നൽകാൻ വൈകിയത് എന്നൊരു ചോദ്യമായിരുന്നു ഇന്നും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ തന്നെ ഫേസ്ബുക്കിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പരാതിക്കാരി പോസ്റ്റ് ഇട്ടു. അതോടൊപ്പം തന്നെ ഒരു പത്രത്തിന് അഭിമുഖം
കൊടുത്തു. ആ ഒരു സാഹചര്യത്തിലൊന്നും പോലീസിൽ പരാതി നൽകാൻ വൈകിയത് എന്താണ്, എന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഇന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഷബ്ന, ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടുകയാണ്. കാരണം ഈ പരാതി നൽകാൻ വൈകി എന്നത് നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. കാരണം പല കേസുകൾക്കകത്തും ഈ അതിജീവിതന്മാർ പരാതി നൽകാൻ വൈകുന്ന സാഹചര്യത്തെ നേരത്തെ കോടതി അത് എപ്പോൾ പരാതി നൽകിയാലും അത് വാലിഡ് ആണ് എന്ന തരത്തിലായിരുന്നു നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ സമീപകാലത്ത് അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം പല കോടതികളുടെയും വിധികൾ നമ്മൾ മുൻപും ഒക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ പരാതി നൽകാൻ വൈകി എന്ന കാരണത്താൽ, അല്ലെങ്കിൽ നേരത്തെ ഈ ആരോപണം ഉന്നയിച്ചിരുന്ന വ്യക്തിഹത്യ നടത്തിയെന്ന കാരണത്താലാണോ ഈ മുൻകൂർ ജാമ്യത്തിലേക്ക് പോയത്? അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോഴുള്ള സുപ്രീം കോടതിയുടെ ഈ ഒരു നടപടി അത് വരും കേസുകളിലും, അല്ലെങ്കിൽ തുടർന്ന് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കേസുകളിലുമൊക്കെ ഇത് ബാധകമാകില്ലേ? അതിനെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ബലാത്സംഗ കേസുകളിൽ പരാതി നൽകാൻ വൈകി എന്നതുകൊണ്ട് മാത്രം ഈ കേസ് ഇല്ലാതാകുന്നില്ല എന്ന് കോടതി പലതവണ വ്യക്തമാക്കിയിരുന്നു. സിദ്ദീഖിന്റെ കേസിൽ തന്നെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയ അല്ലെങ്കിൽ എടുത്തു പറഞ്ഞൊരു കാര്യവും ഇത് തന്നെയായിരുന്നു. ഇത്തരം പരാതികൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്ത്രീകളുടെ അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ, സാമൂഹിക അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് പരാതി നൽകാൻ വൈകി എന്നതുകൊണ്ട് മാത്രം ഒരു കേസ് ഇല്ലാതാകുന്നില്ല എന്ന് ഹൈക്കോടതി ഈ ഇതേ കേസിൽ, അതായത് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം തള്ളിയ കേസിൽ തന്നെ ആ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി ഇതിൽ പറയുന്നത് ഈ പരാതിക്കാരി പലതവണ ഫേസ്ബുക്കിൽ അതോടൊപ്പം തന്നെ ഈ പത്രത്തിലൊക്കെ ഈ വിഷയം അഭിമുഖമായി പ്രസിദ്ധീകരിക്കുകയും ഫേസ്ബുക്കിൽ എഴുതിയിടുകയും തനിക്ക് നേരിട്ട അനുഭവം വിവരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ പരാതി നൽകാൻ ഭയം മൂലം വൈകി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അതിൽ വസ്തുത എന്ത് എന്നൊരു ചോദ്യത്തിലേക്കാണ് കോടതി ഇന്നെത്തിയത്. കാരണം 8 വർഷം ഇത്തരത്തിൽ പരാതി നൽകാൻ വൈകി 2016 ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്നു. അന്ന് ഈ ഇരയുടെ പ്രായം എത്രയായിരുന്നു എന്ന് കോടതി ചോദിച്ചു. 21 വയസ്സായിരുന്നു എന്നാണ് അതിന് മറുപടിയായി അഭിഭാഷക പറയുകയും ചെയ്തത്. ഇത്തരത്തിൽ ഒരാൾ ഈ പലതവണ ഈ വിഷയം ഉന്നയിച്ചിട്ടും പോലീസിൽ പരാതി നൽകാൻ കൂട്ടാക്കാതെ പിന്നീട് ഇപ്പോൾ മാത്രം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രം ഈ രീതിയിൽ പരാതി നൽകുകയും അതിനെ തുടർന്ന് ഇത്തരത്തിൽ ഒരു കേസിലേക്ക് പോവുകയും ചെയ്തതിനെയാണ് കോടതി ആ ഒരു വീക്ഷണകോണിൽ നിന്നാണ് കോടതി അതിനെ നിരീക്ഷിച്ചതും ഇപ്പോൾ ഈ സിദ്ദീഖിനെ മുൻകൂർ ജാമ്യം അനുവദിക്കാം എന്ന രീതിയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, സ്ത്രീപീഡന കേസുകളിൽ പരാതി നൽകാൻ വൈകി അല്ലെങ്കിൽ കാലതാമസം എന്നത് പലപ്പോഴും കോടതികൾ പരിഗണിക്കാറില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഗൗതം തന്നെ സൂചിപ്പിച്ചു, ഈ അടുത്ത കാലത്തായി ചില കേസുകളിൽ അത്തരത്തിൽ ഹൈക്കോടതിയൊക്കെ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഒരു നടന്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന ഈ കേസുകളിൽ എത്രത്തോളം ഇതിന്റെ വിശ്വാസ്യത, ഈ കേസിന്റെ വിശ്വാസ്യതയിലേക്കും ചില ഘട്ടങ്ങളിൽ കോടതി കടക്കുകയുണ്ടായി. ഈ കേസിൽ പക്ഷേ പരാതിക്കാരിയുടെ പരാതിയിലുള്ള പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഈ സംഭവം നടന്നില്ല എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കോടതി പോയില്ല. ഇത്രയും വൈകിയുള്ള ഒരു പരാതി എന്ന രീതിയിൽ മാത്രമാണ് ഇതെടുത്തത്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു. അതേസമയം തന്നെ ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അതോടൊപ്പം തന്നെ ജാമ്യം നൽകുമ്പോഴുള്ള മറ്റു ഉപാധികൾ, മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ ഉപാധികളും വെച്ചാണ് സിദ്ദീഖിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഷബ്ന, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ കൂടി വിശദീകരണം അല്ലെങ്കിൽ വിശദാംശങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ അതിജീവിത ആദ്യം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ സൂചിപ്പിച്ചു പോയൊരു കാര്യമാണ്. അവർ ഒരു ഘട്ടത്തിൽ ഈ പരാതിയുമായി പോലീസിനെ സമീപിച്ച സമയത്ത് പോലീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നോ വേണ്ട രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ തരത്തിലുള്ള ഒരു പിന്തുണ അവർക്ക് മുൻപ് ലഭിച്ചിരുന്നില്ല എന്നും ആ കേസ് എടുക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുമാണ് ആദ്യത്തെ ഒരു പ്രതികരണം ഉണ്ടായത്. അതൊരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് ഈ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് ഈ അറസ്റ്റിലേക്ക് കടക്കാതെ ഇത് അറസ്റ്റ് വൈകിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സിദ്ദീഖ് ഒളിവിൽ പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. എന്നിട്ടും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം മറുവശത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വീഴ്ച ഇതിന് തുടക്കം മുതൽ, ഒരുപക്ഷെ ഈ പരാതിയുടെയൊക്കെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ടോ? കോടതിയിൽ നിന്നുള്ള വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ആവശ്യമായ അത്തരത്തിലൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്താമോ?
ഗൗതം സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരുന്നു. സിദ്ദീഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തതിനു ശേഷവും കോടതി ഇത് പരിഗണിക്കാൻ തന്നെ കുറച്ച് ദിവസങ്ങൾ എടുത്തു. ഈ ഘട്ടത്തിലൊന്നും ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ആരെങ്കിലും ഫയൽ ചെയ്തു എന്നതുകൊണ്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനോ അത്തരത്തിലുള്ള യാതൊരുവിധ നിയമതടസ്സവും പോലീസിന് മുന്നിൽ ഇല്ലാതിരിക്കെ തന്നെ കോടതി എന്ത് പറയുന്നു എന്ന തീരുമാനത്തിന് ശേഷം നടപടികളിലേക്ക് കടക്കാം എന്ന ഘട്ടത്തിൽ എത്തിയിരുന്നു. ആ രീതിയിലാണ് കോടതി പോലീസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതും. പിന്നീട് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ സിദ്ദീഖിനെ പിടികൂടാനായി വലിയ സംഘം പോലീസ് അന്വേഷണം നടത്തുന്നു. എന്നാൽ സിദ്ദീഖ് ഇവിടെ നിന്ന് ഒളിവിൽ പോകുന്നു. പിന്നീട് സിദ്ദീഖിനെ അതായത് പിടികൂടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോലീസ് എത്തുകയും അല്ലെങ്കിൽ പോലീസ് അതിന് ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നത്. ഹൈക്കോടതി തള്ളിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഉടൻ തന്നെ സുപ്രീം കോടതി ഇതിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു. പിന്നീട് സിദ്ദീഖ് അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. 2 തവണ സിദ്ദീഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അതിനുശേഷം ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് നടന്നു. എന്നാൽ ഇനി ഇപ്പോൾ ഏതായാലും സിദ്ദീഖിനെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതായാലും പോലീസിന് എത്താൻ സാധിക്കില്ല. പക്ഷേ ചോദ്യം ചെയ്യല്, അതുപോലെ ഈ കേസിന്റെ മറ്റ് നടപടികൾ, അറസ്റ്റ് ഒഴികെയുള്ള മറ്റ് നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാം. ശരി ഷബ്ന, എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, അതോടൊപ്പം തന്നെ കൃത്യമായി അന്വേഷണത്തോട് സഹകരിക്കണം എന്നുൾപ്പെടെയുള്ള വലിയ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിനകത്ത് കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറിൽ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്